അടുത്തതായി പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. പോളനും പിസ്റ്റലും തമ്മിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്ത് ഫെർട്ടിലൈസേഷൻ അഥവാ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകളിലേക്ക് ലീഡ് ചെയ്യണമെന്ന് നോക്കാം. പോളിനേഷൻ നടന്നതുകൊണ്ട് മാത്രം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അതൊരു റൈറ്റ് ടൈപ്പ് പോളനെയാണോ അഥവാ റോങ് ടൈപ്പ് പോളനെയാണോ ലാൻഡ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. സോ അത് കമ്പാറ്റബിൾ ആണോ ഇൻകമ്പാറ്റബിൾ ആണോ? റൈറ്റ് ടൈപ്പ് പോളനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പാറ്റബിൾ. റൈറ്റ് ടൈപ്പ് പോളനാണെങ്കിൽ നമ്മളതിനെ കമ്പാറ്റബിൾ എന്ന് പറയും. റൈറ്റ് ടൈപ്പ് അതിൻ്റെ തന്നെ സ്പീഷീസ്. ഇനി റോങ് ടൈപ്പ് ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഇൻകമ്പാറ്റബിൾ. ഇൻകമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ റോങ് ടൈപ്പ്. സോ പോളിനേഷൻ നടന്നതുകൊണ്ട് മാത്രം അതൊരു കമ്പാറ്റബിൾ അല്ലെങ്കിൽ റൈറ്റ് ടൈപ്പ് പോളനാണ് ലാൻഡ് ചെയ്തത് സ്റ്റിഗ്മയിൽ എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. സോ ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചില സമയത്തൊക്കെ റോങ് ടൈപ്പ് പോളനുകളും സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡഡ് ആവാറുണ്ട്. ഫോർ എക്സാമ്പിൾ സെൽഫ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റുകളിൽ അവരുടെ വേറെ സ്പീഷീസിൻ്റെയോ അല്ലെങ്കിൽ അതേ പ്ലാന്റിൻ്റെ തന്നെ മെയിലും ഫീമെയിലും തമ്മിൽ ഫ്ലവർ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെൽഫ് ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസുകളിലും ഈ റോങ് ടൈപ്പ് പോളനുകൾ വന്ന് സ്റ്റിഗ്മയിൽ വന്ന് റിസീവ് ചെയ്യാറുണ്ട്. സോ അതൊരിക്കലും തന്നെ പോളിനേഷനിലേക്ക് ലീഡ് ചെയ്യില്ല. അങ്ങനെ ലാൻഡ് ചെയ്ത് സ്റ്റിഗ്മയിൽ റോങ് ടൈപ്പ് പോളൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൽഫ് ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള പ്ലാന്റുകളിൽ അതിൻ്റെ മെയിലും ഫീമെയിലും തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് വന്നാലും അതൊരു പോളിനേഷനിലേക്ക് ലീഡ് ചെയ്യില്ല. അതൊക്കെ റോങ് ടൈപ്പ് അഥവാ ഇൻകമ്പാറ്റബിൾ ടൈപ്പ് പോളിനേഷനിലേക്ക് അല്ല. പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കില്ല, അത് റിജക്റ്റ് ചെയ്യും. ഈ ഫ്ലവറിൻ്റെ പിസ്റ്റലിന് ഒരു എബിലിറ്റി ഉണ്ട്. പിസ്റ്റലിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റ് ടൈപ്പ് അഥവാ കമ്പാറ്റബിൾ ടൈപ്പ് പോളനെ മാത്രം റിസീവ് ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ പിസ്റ്റൽ. സോ പിസ്റ്റലിന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് റൈറ്റ് ടൈപ്പ് പോളനാണോ അതോ കമ്പാറ്റബിൾ ടൈപ്പ് പോളനാണോ എന്ന്, റൈറ്റ് ഓർ കമ്പാറ്റബിൾ ആണോ അഥവാ റോങ് ടൈപ്പ് പോളനാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ പിസ്റ്റലിനുണ്ട്. റെക്കഗ്നൈസ് ദ പോളൻ വെദർ it is right type or wrong type, whether it is compatible or incompatible എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ പിസ്റ്റലിനുണ്ട്. ഇനി ഒരു റൈറ്റ് ടൈപ്പ് പോളനാണ് സ്റ്റിഗ്മയിൽ വന്ന് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാൻഡഡ് ആവണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ പിസ്റ്റൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. റൈറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കമ്പാറ്റബിൾ ടൈപ്പ് ആ പോളനാണ് സ്റ്റിഗ്മയിൽ വരുന്നതെങ്കിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് ആ പിസ്റ്റൽ ആ പോളനെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റുകൾ നടക്കും. പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റുകൾ എന്ന് പറയുന്നത് അതൊരു ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും. റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ മാത്രം പിസ്റ്റൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. എന്തിനെ? പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റുകൾ, അതായത് ഫെർട്ടിലൈസേഷനിലേക്ക് അതിനെ ലീഡ് ചെയ്യും. ഇനി റോങ് ടൈപ്പ് പോളനാണ് പിസ്റ്റലിൽ ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളൻ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ആ പോളനെ റിജക്റ്റ് ചെയ്യും. എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുക? പോളൻ ജെർമിനേഷൻ നടക്കില്ല, സ്റ്റിഗ്മയിൽ വെച്ച് പോളൻ ജെർമിനേഷൻ നടക്കില്ല, അതുപോലെ പോളൻ ട്യൂബ് ഗ്രോത്തും സ്റ്റൈലിലൂടെ നടക്കില്ല. സോ പോളൻ ട്യൂബ് ഗ്രോത്തും പോളൻ ജെർമിനേഷനും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് പിസ്റ്റൽ റോങ് ടൈപ്പ് അഥവാ ഇൻകമ്പാറ്റബിൾ പോളനെ റിജക്റ്റ് ചെയ്യും. റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റുകൾക്ക് ലീഡ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കും. ഇനി ഈ പിസ്റ്റലിൻ്റെ എബിലിറ്റി ടു റെക്കഗ്നൈസ്, പോളനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് വെറുതെ അല്ല, ആ പിസ്റ്റൽ ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ കമ്പാറ്റബിൾ ആണോ ഇൻകമ്പാറ്റബിൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണത് അല്ലെ റെക്കഗ്നൈസ് ചെയ്യണത് എങ്ങനെയാണ്? അവർ തമ്മിൽ പിസ്റ്റലും പോളനും തമ്മിൽ ഒരു കണ്ടിന്യൂസ് ഡയലോഗ് ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ഡയലോഗ് അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ ഉണ്ടായിരിക്കും. ആരും തമ്മിൽ, പോളനും പിസ്റ്റലും തമ്മിൽ ഒരു കണ്ടിന്യൂസ്, എപ്പോഴൊക്കെ ഒരു പോളൻ ഒരു സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡഡ് ആവുന്നു അപ്പോഴൊക്കെ ഈ പിസ്റ്റലും പോളനും തമ്മിൽ ഒരു കണ്ടിന്യൂസ് ഡയലോഗ് നടന്നിരിക്കും. എങ്ങനെയാണ് ഡയലോഗിക് എക്സ്ചേഞ്ച് നടക്കുന്നത്? ഇവർ പറയുന്ന ഡയലോഗിക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇവർ തമ്മിൽ കെമിക്കൽ കോമ്പണൻസുകളുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. സോ ഈ ഡയലോഗിനെ മീഡിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കെമിക്കൽ കമ്പോണൻസ്. പോളൻ്റെയും പിസ്റ്റലിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയലോഗിനെ മീഡിയേറ്റ് ചെയ്യുന്നവരാണ് കെമിക്കൽ കമ്പോണൻസ്. സോ കെമിക്കൽ കമ്പോണൻസ് ഓഫ് ദ പോളൻ പിസ്റ്റലുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് വെദർ ഇത് കമ്പാറ്റബിൾ ആണോ
ഇൻകമ്പാറ്റബിൾ ആണോ, റൈറ്റ് ടൈപ്പ് ആണോ, റോങ് ടൈപ്പ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. അതിനനുസരിച്ചാണ് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. സോ കെമിക്കൽ കമ്പോണൻസ് വഴി പിസ്റ്റലിൻ്റെയും അതുപോലെ പോളൻ്റെയും കെമിക്കൽ കമ്പോണൻസ് വഴിയാണ് ആക്സെപ്റ്റൻസ് ആൻഡ് റിജക്റ്റൻസ് നടക്കുന്നത്. ഇനി ഒരു കമ്പാറ്റബിൾ പോളിനേഷൻ ആണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പാറ്റബിൾ ആയിട്ടുള്ള പോളനാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്ത്? പിസ്റ്റിൽ അതിൻ്റെ റൈറ്റ് ടൈപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പിസ്റ്റിൽ ആ പോളനെ ആക്സെപ്റ്റ് ചെയ്യും. എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? അത് പോളൻ ജെർമിനേഷനെ ഹെൽപ്പ് ചെയ്യും. സ്റ്റിഗ്മ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പോളൻ ജെർമിനേഷനെ ഹെൽപ്പ് ചെയ്യും. സോ സ്റ്റിഗ്മയിൽ വെച്ച് പോളൻ ജെർമിനേഷൻ നടക്കും. പോളൻ ജെർമിനേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി പോളൻ ട്യൂബ് ഫോർമേഷൻ നടക്കും. പോളൻ ട്യൂബ് ഫോർമേഷൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് പോളൻ ട്യൂബ് ഫോം ചെയ്യണേ? നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിന് 2 ലെയറുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? എക്സൈനും ഇൻഡൈനും എന്ന് പറഞ്ഞിരുന്നു. എക്സൈൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത്? എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഓർഗാനിക് മെറ്റീരിയൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. സ്പോറോ പോളനിൻ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് മെറ്റീരിയൽ. അത് ഇല്ലാത്ത ചില ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ഇല്ലാത്ത ചില ഭാഗങ്ങളെ നമ്മൾ ജേം പോർ എന്നാണ് പറയുന്നത്. അപ്പർച്ചറുകൾ അല്ലെങ്കിൽ ഹോളുകളെ നമ്മൾ ജേം പോർ എന്ന് പറയുന്നത്. സോ പോളൻ ട്യൂബ് ജെർമിനേഷൻ്റെ സമയത്ത് ഈ എക്സൈൻ അല്ലെങ്കിൽ സ്പോറോ പോളൻ ഇല്ലാത്ത എക്സൈൻ്റെ ഭാഗങ്ങളിലൂടെയാണ് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നടക്കുക. ആ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് ഏതെങ്കിലും ഒരു ജെം പോറിലൂടെ പുറത്തേക്ക് വരും. സോ പോളൻ ഗ്രെയിനിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടായിരുന്നോ ആ കണ്ടൻസ് മുഴുവൻ പോളൻ ട്യൂബിലൂടെ അത് പുറത്തേക്ക് വന്ന് സ്റ്റിഗ്മയിലെത്തി സ്റ്റിഗ്മയിലെ സ്റ്റൈലിലൂടെ റിസീവ് ചെയ്ത് താഴേക്ക് ഓവറി വരെ റീച്ച് ചെയ്യും. ഇതാണ് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റുകൾ അല്ലെങ്കിൽ പോളിനേഷൻ ഇവൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് ഈ പോളിനേഷൻ നടക്കുമ്പോൾ ഏത് സ്റ്റേജിലാണ് പോളിനേഷനുകൾ? നമ്മൾ പോളൻ ഗ്രെയിൻ പറഞ്ഞു ഷെഡ് ചെയ്യണ സമയത്ത്, അത് ഡെഹിസ് ചെയ്യണ സമയത്ത് 2 ടൈപ്പ് മെജോറിറ്റി 60% നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുമ്പോൾ അത് 2 സെൽഡ് സ്റ്റേജ് ആയിരുന്നു. 2 സെൽഡ് സ്റ്റേജ് ഏതൊക്കെയായിരുന്നു? വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. സോ മെജോറിറ്റിയുള്ള ആ 2 സെൽഡ് സ്റ്റേജുകളിൽ ഈ ജനറേറ്റീവ് സെല്ലുകളിൽ എന്ത് സംഭവിക്കും? ഈ ജനറേറ്റീവ് സെല്ല് ഈ പോളൻ ട്യൂബ് ഗ്രോത്ത് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ജനറേറ്റീവ് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. 2 മെയിൽ ഗാമറ്റുകളാണ് ഈ പോളൻ ട്യൂബ് ഗ്രോത്ത് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഈ 2 മെയിൽ ഗാമറ്റുകളാണ് ഈ സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ പോയി ഓവറിയിലേക്ക് എത്താൻ പോകുന്നത്. അതേസമയം റിമൈനിങ് ഒരു 40% നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് വീണ്ടും 2 മെയിൽ ഗാമറ്റായിട്ട് മാറും. അതാണ് 3 സെൽഡ് സ്റ്റേജ്. സോ 3 സെൽഡ് സ്റ്റേജുകളിലാണ് ഈ പോളൻ ഗ്രെയിൻ ഷെഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെയിൽ ഗാമറ്റ് സ്റ്റാർട്ടിങ് തന്നെ ബിഗിനിങ് തന്നെ പോളൻ ട്യൂബ് ഫോർമേഷൻ്റെ ബിഗിനിങ് തന്നെ ആ മെയിൽ ഗാമറ്റോട് കൂടിയാണ് സ്റ്റിഗ്മയിലൂടെ ക്യാരി ചെയ്ത് ഓവറിയിലേക്ക് എത്തുന്നത്. ഇനി ഈ പോളൻ ട്യൂബ് ഈ ഓവറിയിലേക്ക് എത്തുന്നത് ഏത് വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് നമുക്കതൊന്ന് പിക്ചറിലൂടെ നോക്കാം. എങ്ങനെയായിരുന്നു എംബ്രിയോ സാക്കിൻ്റെ പിക്ചർ എന്ന്. ഇതൊരു പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്തതിൻ്റെ ഒരുപാട് പോളൻ ഗ്രെയിൻസ് അത് സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പോളൻ ഗ്രെയിൻസൊക്കെ ജെർമിനേറ്റ് ചെയ്ത എൻ്റെ പിക്ചറാണിത്. പോളൻ ട്യൂബ് ഗ്രോത്തിൻ്റെ ഒരു പിക്ചറാണ്. സോ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്ത പോളൻ ട്യൂബ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോളൻ ട്യൂബ് ഗ്രോത്ത് ഫോർമേഷൻ നടക്കുന്നു. സോ ആ ജെർമിനേറ്റ് ചെയ്ത സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഇതിൻ്റെ പിക്ചറാണ് ഇത്. സോ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റിംഗ് ഓൺ സ്റ്റിഗ്മ ആണ് ഇത്. അടുത്തതായിട്ടുള്ളത് ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? പോളൻ ട്യൂബ് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ ആ പോളൻ ട്യൂബ് ഗ്രോത്ത് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലേക്കൂടെ ഗ്രോത്ത് നടക്കുന്നത്. സോ സ്റ്റൈലിൽ ആ പോളൻ ട്യൂബ് ഗ്രോത്ത് കാണുന്ന പിക്ചറാണ്. ഇതാണ് സ്റ്റൈലിൽ ആ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്താണ് ഈ കാണിക്കുന്ന ഈ പിക്ചർ. അടുത്തതായിട്ട് നമ്മുടെ ഫീമെയിൽ എംബ്രിയോ സാക്ക് അഥവാ ഗാമറ്റോഫൈറ്റിലേക്ക് എങ്ങനെയാണ് ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത പോളൻ ഗ്രെയിൻ പോളൻ ട്യൂബായി മാറി. ഇതാണ് നമ്മുടെ പോളൻ ട്യൂബ്. പോളൻ ട്യൂബായി മാറി അതെങ്ങനെയാണ് നമ്മുടെ ഫീമെയിൽ എംബ്രിയോ സാക്കിലേക്ക് ഓവറിയിലൂടെ ഓവ്യൂളിലേക്ക് എത്തുന്നത്. എഗ് സെല്ലുണ്ട്, നമ്മൾ പഠിച്ചതാണ്. 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ് സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 എഗ് സെല്ല്, 3 ആൻറ്റിപോഡൽ സെൽസ് ഓപ്പോസിറ്റായിട്ട്, പിന്നെ 2 സെൻട്രലായിട്ട് പോളാർ ന്യൂക്ലിയർ. പോളൻ ട്യൂബ് ഗ്രോത്ത് നമ്മുടെ സ്റ്റൈലിലൂടെ മൂവ് ചെയ്ത് അത് നമ്മുടെ എഗ് സെല്ലുമായിട്ട് ആ മെയിൽ ഗാമെറ്റ് 2 സെൽഡ് ആണെങ്കിലും 3 സെൽഡ് ആണെങ്കിലും എഗ് സെല്ലിലേക്ക് മൂവ് ചെയ്യുന്ന സ്റ്റേജാണ് ഇത്. പോളൻ ട്യൂബിൻ്റെ ഗ്രോത്താണ് കാണിക്കുന്നത്. പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത്
ഒരു ഫ്ലവറിൽ LS എടുത്ത് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ എടുത്താൽ ഇങ്ങനെയാണ് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നത്. അടുത്തതായ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എഗ് അപ്പാരറ്റസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ എഗ് അപ്പാരറ്റസിൻ്റെ ന്യൂക്ലിയസ്, അതിൻ്റെ സിനർജിഡ്, പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്ന സിനർജിഡ്, അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലുള്ള ഫിലിഫോം അപ്പാരറ്റസ്. സോ എഗ് അപ്പാരറ്റസ് ആണ് ഇതിൻ്റെ പിക്ചർ. സോ എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ആ സ്ട്രക്ചർ. സോ എഗ് അപ്പാരറ്റസിലേക്ക് പോളൻ ട്യൂബ്, ഇതാണ് നമ്മുടെ പോളൻ ട്യൂബ്. ഇങ്ങനെ വന്ന ആ പോളൻ ട്യൂബിൻ്റെ സ്ട്രക്ചറാണത്. ആ പോളൻ ട്യൂബ് 2 മെയിൽ ഗ്യാമേറ്റ്സിനെയും കൊണ്ടാണ് വന്നത്. ആ 2 മെയിൽ ഗ്യാമേറ്റ്സ് ഫിലിഫോം അപ്പാരറ്റസിലൂടെ നമ്മുടെ സിനർജിഡിലേക്ക് എത്തുന്നു. സിനർജിഡിൽ അത് എഗ്ഗിൻ്റെ ന്യൂക്ലിയസുമായി ഫ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പാണിത്. സോ ഫിലിഫോം അപ്പാരറ്റസിലൂടെ അത് സിനർജിഡിലേക്കാണ് എത്തുന്നത്. സിനർജിഡാണ് പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യണ സ്ട്രക്ചർ. അടുത്തതായിട്ട് അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഗ്യാമറ്റ് ഇവിടെ റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ മെയിൽ ഗ്യാമറ്റ്, ഇതാണ് 2 മെയിൽ ഗ്യാമറ്റ്. അതിൽ മെയിൽ ഗ്യാമറ്റ് സിനർജിഡിലൂടെ വന്ന് അതിൽ സ്പേം, മൂവ്മെൻറ്റ് ഓഫ് ദ സ്പേം ആണ് കാണിക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ദ സ്പേം അതിൽ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. വേറൊരു മെയിൽ ഗ്യാമറ്റ് പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പോകണം. ആ സ്ട്രക്ചർ അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത മെയിൽ ഗ്യാമറ്റ്സ് സിനർജിഡിലൂടെ മൂവ് ചെയ്ത് നമ്മുടെ എഗ് അപ്പാരറ്റസിൽ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറും അടുത്ത മെയിൽ ഗ്യാമറ്റ് പോളാർ ന്യൂക്ലിയായിട്ട് പോകുന്ന സ്ട്രക്ചറുമാണ് കൊടുത്തേക്കണം. ഇത്രയാണ് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ്റെ സ്റ്റെപ്പുകൾ.